ഒന്ന് ദൈവത്തോട് പറഞ്ഞിട്ടേ പോകാവുന്ന ഇവിടെ പറഞ്ഞു. എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? എത്ര നാൾ നമ്മൾ ദൈവത്തോട് പറയും, ദൈവമേ ഇപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാൻ എന്തേലും ഉണ്ടെ അങ്ങോട്ട് വന്ന് വിളിച്ചോളാം, തൽക്കാലം അവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതി, എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട്, എനിക്ക് ഒത്തിരി ഇടത്ത് പോകാനുണ്ട്, ഒത്തിരി ഇമെയിലുകൾ നോക്കാനുണ്ട്, നിനക്കറിയത്തില്ല എൻ്റെ തലവേദന, അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരുന്നു. No problem. You never will experience abundant life. Third thing of that prayer, മൂന്നാമത്തെ കാര്യം, it was a prayer marked by reverence and humility. വളരെ ഭയഭക്തിയോടെ, വളരെ വിനയത്തോട് കഴിച്ചൊരു പ്രാർത്ഥനയായിരുന്നു. You see the attitude of surrender to God in this prayer, which is contradictory. കാരണം നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവം ഒരു ഉത്തരം തന്നാൽ നമ്മുടെ ഒരു ഭാവം എന്തായിരിക്കും? Naturally we feel elated, right? We think God is in right connection with us. We think we can really be in a point to command God. എന്തുകൊണ്ടാണ് വിനയത്തിന്റെ ഒരു സമൂഹമായി നമ്മൾ മാറാത്തത്? എന്തുകൊണ്ടാണ് പരസ്പരം സ്നേഹബന്ധത്തിൽ വിള്ളലുകൾ വന്നത്? എന്തുകൊണ്ടാണ് പരസ്പരം കരുതാത്തത്? ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. You know the attitude of prayer which is humble. 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. എന്നായിരുന്നു അവസാനമായിട്ട് ഹൃദയം നുറുങ്ങിയത്? ഇന്നെല്ലാം നമ്മൾ പറയും ഫൺ അല്ലേ, പറയുന്നൊരു വാക്കാ ഫൺ. ആ കണ്ണുനീരോടുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥനയൊക്കെ ഒരു കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നേ. ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി നമ്മെ തന്നെ പകരുന്നൊരു അനുഭവം, പാപത്തിനോടുള്ള ആ സന്ധിയില്ലാ പോരാട്ടത്തിൽ അനുദിനം ഹൃദയം നുറുങ്ങുന്ന ഒരു ദൈവവൈതല്, മറ്റുള്ള ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകൾ, ദൈവത്തിന്റെ മഹത്വം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്റെ ജീവിതത്തിലെ പാപക്കറ കാണുമ്പോൾ ഞാൻ അറിയാതെ മുട്ടുമടക്കില്ലേ പ്രിയ കൂടപ്പുറപ്പേ? അറിയാതെ ഞാൻ I will be in the posture of surrender, right? No. For a humble prayer, you should have two postures. ഒന്നുകിൽ മുട്ടുമടങ്ങണം, അല്ലെങ്കിൽ തല കുനിയണം. തല കുനിയണമെങ്കിൽ, ദൈവസന്നിധിയിൽ തല കുനിയണമെങ്കിൽ ഹൃദയത്തിൽ ഒരു മാറ്റം വരും. നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാ സ്റ്റിഫ് നെക്ക്. കേട്ടിട്ടുണ്ടോ? ഓർക്കുക, ദൈവത്തിന്റെ മുന്നിൽ തലകുനിച്ചാൽ മനുഷ്യന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. പലയിടത്തും നമ്മുടെ തല കുനിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം ദൈവത്തിന്റെ മുന്നിൽ തല കുനിച്ചില്ല. ദൈവത്തിന്റെ മുന്നിൽ തല കുനിക്കുന്ന ഒരു ഭക്തന് ആവശ്യമായ കൃപ ദൈവം കൊടുത്തിരിക്കും. ഭക്തന്റെ ഗുണം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ. കൃപയാലല്ലോ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടത്. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ദൈവത്തിന്റെ അളവില്ലാത്ത കൃപ. പക്ഷെ അത് ഏറ്റുവാങ്ങണമെങ്കിൽ ഞാൻ എന്നിൽ തന്നെ നിറഞ്ഞു നിന്നാൽ അത് കഴിയില്ല. കൂടപ്പുറം ഞാനെന്ന ഭാവം എന്നെ ഭരിക്കുമ്പോൾ, എന്തൊക്കെയോ നേടിയെന്നുള്ള വ്യർത്ഥമായ മോഹങ്ങളുള്ളപ്പോൾ, ഇന്ന് കണ്ട് നാളെ വാടുന്ന ഒരു വയലിലെ പൂവിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ ഇവിടെ ഇല്ല. കൂടപ്പുറം നിങ്ങളല്ല, ഞാൻ അതറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് അഹങ്കാരം ഇന്ന് രാത്രി എനിക്ക്. ദൈവസന്നിധിയിൽ ഒന്ന് കുനിയാൻ എന്താ എന്നെ തടസ്സപ്പെടുത്തും? അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യനെന്ന് വിളിച്ചു പറയുവാൻ ഇന്ന് രാത്രിയിൽ എന്തെന്നെ തടസ്സപ്പെടുത്തുന്നു? To be a victorious Christian, you need to have a life full of humility and reverence.
Next point. It was a prayer that was definite and to the point. ഏകാഗ്രതയോടുകൂടി ഏക വിഷയത്തിനു വേണ്ടിയുള്ള വ്യക്തമായ പ്രാർത്ഥനയായിരുന്നു അത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. How is your prayer quotient? PQ എന്ന് പറയും. ഈ റബ്ബർ എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ? ഇല്ല. എലാസ്റ്റിക് കോഷ്യൻ എന്ന് പറയും. അത് സ്ട്രെച്ച് ചെയ്യാവുന്ന ഒരു എക്സ്റ്റെന്റ് വരെയാണ് അതിന്റെ എലാസ്റ്റിക് കോഷ്യൻ. പ്രയർ കോഷ്യൻ നമ്മുടെ എത്രയാണ്? എത്ര നാൾ നമ്മൾ പ്രാർത്ഥിക്കും ഒരു വിഷയത്തിന് വേണ്ടി ഏകാഗ്രത എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര നാൾ പോയെന്ന് നമുക്കും ദൈവത്തിനും അറിയാം. ഇവിടെ മറ്റൊരു കാരണമില്ലായിരുന്നു അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ. മഴയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു, ഏകാഗ്രതയോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയം അതിന്റെ തീഷ്ണത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൽ ഉറപ്പിക്കട്ടെ, ആ വിഷയത്തിൽ തന്നെ പ്രാർത്ഥിക്കുക, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. ദൈവത്തിന്റെ മറുപടി വരുന്നുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തൻ ആവശ്യമായ കൃപ ദൈവം അയക്കുക തന്നെ ചെയ്യും. But the question is, will you pray consistently? Will you pray constantly? Will you pray with hope? There starts victorious Christian life. മറ്റൊരു ക്വാളിറ്റി, it was a prayer accompanied by watchfulness. വളരെ ജാഗരിച്ചു പ്രാർത്ഥിച്ചു. കാരണം നമ്മളായിരുന്നെങ്കിൽ ഓരോ തവണയും മറുപടി കിട്ടിയത് എന്താ? മഴ ഇല്ല, ശക്തി കൂടി, പ്രത്യാശ കൂടി. നമുക്ക് ആൾക്കാർ വന്ന് ചോദിക്കും, കുഞ്ഞിന്റെ കല്യാണം ഇതുവരെ നടന്നില്ലല്ലയോ? പ്രാർത്ഥിച്ചിട്ടും രോഗമൊന്നും സൗഖ്യമായില്ലല്ലയോ? ഓ, ഈ വർഷവും മോൻ പരീക്ഷ പാസ്സായില്ലല്ലയോ? ഓ, ഈ വർഷവും ജോലി കിട്ടില്ലല്ലയോ? കുടുംബജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലയോ? ഇത് കേൾക്കുമ്പോൾ അവസാനിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. ഇത് കേൾക്കുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കരുതുന്നതുമല്ല പ്രാർത്ഥന. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ അബ്രഹാമൊക്കെ എന്നേ പ്രാർത്ഥന നിർത്തരുതായിരുന്നു? How could he be known as the father of faith? How could all they pray? വിശ്വാസ വീരന്മാർ അല്ലെ? എബ്രായ ലേഖനം 11. നോഹായ്ക്ക് പെട്ടകം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. യേശുവിനു വേണ്ടി ജയകരമായി ജീവിച്ച ഒരു വ്യക്തിക്കും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരുന്നു. കൊലോസ്യ ലേഖനം 4:2. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. കൂടപ്പിറപ്പേ, ദൂത് അവസാനിക്കുക. ഇന്ന് എന്തിനാ ഉറ്റിരിക്കുന്നത്? Bring it to your level. ഈ പോയിന്റ് എഴുതിയിട്ട് പോകാൻ എളുപ്പമാണ്. That's not the point. നിങ്ങൾ ഇന്ന് എന്തിൽ ഉറ്റിരിക്കുന്നു? ഞാൻ ഏറ്റവും ദുഃഖത്തോടെ പറയട്ടെ, ഇന്ന് ആരാധന നമുക്ക് മടുപ്പാണ്, പ്രസംഗം നമുക്ക് മടുപ്പാണ്, പ്രാർത്ഥന നമുക്ക് മടുപ്പാണ്. അങ്ങനെയുള്ളവർ നമ്മൾ മാറ്റിക്കളയും, റൈറ്റ്? അതിലൊന്നും ജാഗരിപ്പാനൊന്നും നമുക്ക് മനസ്സില്ല. എന്നാൽ ഇത് കഴിഞ്ഞ് ഇവിടെ റീമി ടോമിയുടെ ഒരു മിമിക്രി വെക്കട്ടെ. റീമി ടോമി മിമിക്രി അല്ലല്ലോ, അവരത് കാണിക്കുന്നു. പാട്ട് ഏഷ്യാനെറ്റിന്റെ 2 സിംഗേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം, ഒരു മടുപ്പുമില്ല, റൈറ്റ്? ലൈവ് ഷോ കാണുന്നതിന് മടുപ്പുണ്ടോ? മഴവിൽ മനോരമ കാണുന്നതിന് മടുപ്പുണ്ടോ? സൂര്യ കാണുന്നതിന് മടുപ്പുണ്ടോ? പാർട്ടിക്ക് പോകുന്നതിന് മടുപ്പുണ്ടോ? മടുപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ല. നമ്മൾ പറയും, എന്തോ പ്രാർത്ഥനയായിരുന്നു വെച്ചാ, ചുമ്മാ ഓരോരുത്തന്മാരെ മൈക്ക് കൊടുക്കല്ലേ, എന്തുവായിരുന്നു? മനസ്സിലായ എല്ലാവരും കുടുങ്ങി ചിരിക്കുന്നു. 2, ഇങ്ങനൊന്നും ആരെയും പ്രസംഗിക്കാനും വിളിക്കല്ലേ, ഞാൻ ഉൾപ്പെടെ ഉള്ളത്. എന്തൊരു കത്തിയായിരുന്നു.
ചമ്മഞ്ഞോ ഞാൻ 2-3 പേപ്പർ കൊടുത്താൽ കണ്ടില്ലേ, പിന്നെ ഞാൻ മൈക്കും അവിടെ ഓഫ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഒന്ന് പ്രസംഗിച്ചു, ഞാൻ എന്ത് ചെയ്യാണ്? അച്ഛൻ വ്യൂസ് വരെ ഊഴി അവസാനം പള്ളിയാണ്, എന്നിട്ടും ഞാൻ പ്രസംഗിക്കും. അച്ഛൻ എന്ത് ചെയ്യും? ആരാധന ക്യാപ്സ്യൂളിനും അപ്പുറമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് അതിന്റെ ശ്രമത്തിലാണ്. ബാക്കിയിലൊന്നും ഞാൻ പോകുന്നില്ല. ഡിയ മാത്യുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു അച്ഛൻ ഒരു 15 മിനിറ്റ് കൂടുതൽ പ്രസംഗിച്ചാൽ അന്ന് അവിടെ ഭൂകമ്പം. എനിക്ക് മനസ്സിലാവുന്നില്ല where we are going. അന്ന് I need to talk to you അച്ഛൻ. അടുത്ത ടെക്സ്റ്റ് I need to see you. I'm going to see you അച്ഛൻ. What see you man? മൂക്കി പഞ്ഞി കയറുമ്പോൾ എന്തോ see you. നിങ്ങളവരൊക്കെ എൻ്റെ അടുത്തോട്ട് വരും. ഇവിടെ ഉള്ളവരൊന്നും പഞ്ഞിയല്ല, വേറെ സാധാരണ എളുപ്പമാ. കാരണം എങ്ങാനും എണ്ണീറ്റാലെന്ന് വിചാരിച്ചു. You have to understand. നമ്മൾ വലിയ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് പറയും. I know everything has to be done in the right way. ഒത്തിരി സമയം എടുക്കണമെന്നല്ല ഞാൻ. It shows an attitude, general change of the society. മനസ്സിലായോ? പണ്ട് മരാണെന്നും ഒക്കെ പോയി നമ്മള് ചൂട്ടുകത്തിയൊക്കെ കത്തിച്ച് അല്ലേ, അന്നൊന്നും പ്രസംഗങ്ങൾ വിരസമായിരുന്നില്ല. ഇന്ന് ഒത്തിരി ജീവിത സൗകര്യം വന്നു, പക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു. അന്ന് കാച്ചിലും ചേമ്പും ഒക്കെ ഉള്ളു, പക്ഷെ ദൈവം ഉണ്ടായിരുന്നു. ഇന്നെന്താ തലമുറ നഷ്ടപ്പെട്ടെന്നറിയാമോ? Why generations are lost? ഉച്ചരിക്കാൻ മനസ്സില്ല. You need to understand what happened to the current. I don't see any youth. You give me a ticket, I'll go back tonight. But are you answerable? Where is your youth? Do they have some extra genes? Prove it to me. I'm sure that this is happening in every American church. Where is youth? Don't respect our youth. Please don't get me wrong. ഈ യൂത്ത് ആ നാളെ നിങ്ങളെ പോലെ ഇരിക്കേണ്ടത്. അച്ഛാനും ഒരു ദിവസം യൂത്ത് ആയിരുന്നു. ശരിക്കല്ലേ? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യല്ല. വന്ന വഴി നല്ലതായതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇവരൊക്കെ ഇപ്പോഴും യൂത്താ. They are all youth. ഈ കെട്ടി ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? That is a choice. Where is our youth? You just get, parents, if you can't talk to your children, don't blame Achan and Theodosius Nirmani. Don't get me wrong. Yes, they are all part of it. Yeah, absolutely. I'm not saying that Achan should walk away from that. No. But before that, you need to talk to your kid and say, come with me. Dad is going to the church. Let me ask you, Texan youth, what are you doing this night which will excuse you from listening the word of God? Oh yeah, we are partying. Prove me, I know what is partying. Oh, we are doing that. Don't sell that here, please. I don't see a single youth here. Shame on you. Not from me, from God. Please get serious. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളും പറയും, പിള്ളേരൊന്നും കിട്ടുന്നില്ല. സോറി ഫോർ ഗെറ്റിംഗ് എമോഷണൽ. ആരെങ്കിലും ഇതൊക്കെ പറയണ്ടേ? Somebody has to tell. Can I ask you? ഈ കുഞ്ഞിനൊരു പ്രയാസം വരുമ്പോ നീ ആരുടെ അടുത്താ പോകുന്നത്? ദൈവം വേണ്ട നിന്റെ കുഞ്ഞിന്. നീ അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ കൂടപ്പിറപ്പെ ആര് കൊണ്ടുവരും? അതുകൊണ്ട് വിളിക്കുമ്പോഴേ പള്ളിക്കാരങ്ങ് ജാമ്യം എടുക്കും. യൂത്തിനെ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഞാൻ പറയാം ആമേൻ, അങ്ങനെ തന്നെ ചെയ്യാം. കാരണം കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പള്ളിയൊക്കെ അടച്ച് നിങ്ങളാരും എന്നും ജീവിക്കാൻ പോകുന്നില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്. 70 ഏറിയാൽ ഇനി എന്താ ഉണ്ട് കയ്യിൽ? തിങ്ക് പ്ലീസ് tonight. ഞാൻ യൂത്ത് ഇവിടെ വന്ന് യൂത്തായിട്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, if you don't bring your children the way they have to be brought, and if you think culture is going to excuse, I don't think Jesus will excuse. കർത്താവ് എന്താ പറഞ്ഞത്? Be fruitful. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പൈലറ്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും, you are not exempted being fruitful in your family life. It all starts from F
കോൺഗ്രിഗേഷൻ, ആസ് എ സൊസൈറ്റി ഇതൊക്കെ കൗൺസിലിൽ ചർച്ച ചെയ്യണം. ടി.എ. മാത്യു അങ്കിൾ ആൻഡ് whoever is wherever is. ഇതൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. ദുഃഖത്തോടെ ഇതൊക്കെ പറയുന്നത്. ഒരു ജനതയെ നോക്കി ദൈവം പറയുക, എന്റെ മക്കൾ എവിടെ? ബിക്കോസ് പ്രാർത്ഥനയിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മാതാവും പിതാവും പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. സമയമൊന്നുമില്ല കേട്ടോ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. അവർ ആലയത്തിൽ വരുന്നൊരു ദിവസമുണ്ട്. അവരെ കൊണ്ടുവരാൻ തക്കവണ്ണം നിങ്ങൾക്ക് കുഞ്ഞിനെ തന്ന ദൈവത്തിന് കഴിയും. But parents, pray, pray, pray for your children. ഒറ്റിരുന്ന് ജാഗരിച്ച്, കർത്താവേ എന്റെ മോനെ നീ നേടണമേ, കർത്താവേ എന്റെ മോളെ നീ നേടണമേ. No culture will pollute your children if you can put a prayer shield around. But if you don't do that, again it's all from your Bible. പ്രാർത്ഥനയിൽ ജാഗരിച്ച് ഒറ്റിരിക്കുക. ഞാനൊന്ന് ഓർമ്മിച്ചോട്ടെ, താഴ്മയോടെ കൈകൂപ്പി, എനിക്കിപ്പോ അങ്ങനെ ഉറ്റിരിക്കേണ്ടെന്ന് ആവശ്യമില്ലെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് ദൈവത്തിനെ ഓർമ്മിപ്പിക്കുക. ആവശ്യക്കാരന് ഔചിത്യബോധമില്ലെന്ന് പറയാറുണ്ട്. കാരണം പലപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഭാരം വരുമ്പോൾ. കണ്ണുനീരൊക്കെ വരും, ജീവിതത്തിൽ നൊമ്പരം വരും. അല്ലെങ്കിൽ എന്തിനാ? എന്നാൽ ഇപ്പോൾ തന്നെ ഒരു സമൂഹമായി, ഒരിടവകയായി ദൈവസന്നിധിയിൽ എത്ര ഭയത്തോടെ നമ്മൾ നിൽക്കണമെന്നറിയാം. Because you see how I will address my life. ഇതെന്നോടുള്ള ദൈവത്തിന്റെ ദൂത. ഒത്തിരി കുറവുള്ള ഒരു മനുഷ്യനാണ്. ഇത് പഠിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിലോട്ട് വെളിച്ചം അയക്കുക. ഞാൻ അതുകൊണ്ട് വളരെ ഭയത്തോടെ ക്രോണോസിന് മുന്നിലും കർത്താവിന്റെ ദാസന്മാരുടെ മുമ്പിലും നിങ്ങളുടെ മുന്നിലും നിൽക്കുന്നത്. സ്വരമുയർത്തിയതുപോലും I don't want to do that, but sometimes I do that because some passion is there. ഇതൊക്കെ പറയുമ്പോഴും ആൾക്കാർക്ക് ദേഷ്യമാണ്. ഇത് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ എത്ര പേര് ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞു. എന്റെ പ്രസംഗത്തിന്റെ ക്വാളിറ്റി അല്ല. There are some issues you need to address. Many parents will say, who are you to say comments about our children? No, it's not a comment, it's a phenomenon. Do you think this kind of a style is going to help your children? എന്നെക്കാട്ടി പ്രായമുള്ള അപ്പനമ്മമാരൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ശൈലി സഭയായി സമൂഹമായി നമുക്ക് ഗുണം ചെയ്യുമോ? ഞാൻ ഇന്ന് പ്രസംഗം നിർത്തിയേക്കാൻ തുടങ്ങി. പക്ഷെ we don't address it. Final point for the day. It was a prayer that preserved until the answer has come. ഉത്തരം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ലഭിക്കുവോളം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. Can you come with me to that mountain top? നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കറിയാം ദൈവം ഒരു വാഗ്ദത്തം തന്നു, നമ്മളൊരു അത്ഭുതം ഓൾറെഡി കണ്ടു. So we are familiarized at that point. So I know. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. I'm sure God is with me. I'm so sure. നാം ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ബാലനോട് പറഞ്ഞ പോയി ഒന്ന് നോക്ക്. വന്ന് പറഞ്ഞു മഴയുമില്ല, ഒരു പൊടിയുമില്ല. No. Let me pray. God, I take victory in the name of Jesus. നീ പോയി നോക്ക്. നോക്കിയിട്ട് വന്നിട്ട് കണ്ടോ വല്ലോ? ഒരു 3-4 തവണ കഴിയുമ്പോൾ മനുഷ്യനാണ് നമ്മൾ പറയും, ഓ മഴയുമില്ല, യാതൊന്നുമില്ല, അവരെ പണി നോക്കണമെന്ന് പറയും. ഡിസപ്പോയിന്റ്മെന്റ്സ്, ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ഡിസപ്പോയിന്റ്മെന്റ്സ്. ഇന്നാരോട് അതൂത് പറയുന്നു. If you are in disappointment, I'll encourage you tonight, keep praying. ആരോടും പറയാൻ നിവൃത്തിയില്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ. ആ വിഷയം ദൈവം കണ്ടു കഴിഞ്ഞു. അതിനെ എന്നെ ഇങ്ങോട്ട് വിട്ടത്. Everything is not over until God says it is over.
നിന്റെ കാര്യം കഴിഞ്ഞിട്ടില്ല. എന്റെ ദൈവം ഇപ്പോഴും പറയുന്ന ആ വിഷയത്തിന് ഒരു ഉത്തരവുണ്ട്. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ പറയുകയാണ്, നീ നിരാശയിലിരിക്കുന്ന ആ വിഷയത്തില് ദൈവത്തിന്റെ ഒരു ഉത്തരം വന്നുകൊണ്ടിരിക്കുക. ഉറപ്പ് ദൈവവചന അടിസ്ഥാനം. ഇന്ന് രാത്രി നിന്റെ ഡയറിയിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അല്ലെ അമ്മനോടോ അച്ഛനോടോ സാക്ഷ്യമായിട്ട് പറഞ്ഞു, യേശുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് പ്രവചന ആത്മാവിൽ ഞാൻ പറയുന്നു, നീ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന്റെ മേലെ എന്റെ ദൈവത്തിന്റെ മറുപടി ഉണ്ട്. You know, three things can happen when these things comes. You know, another thing. ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ക്രിസ്തീയ ജീവിതം ജീവിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് മണ്ടത്തരമാണ്. You know, life can be in quarters, കേട്ടോ. ചിലരുടെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 10-75 വരെ അടിച്ചു പൊളിച്ചാണ് ജീവിക്കും. ഒരു പ്രയാസം പറഞ്ഞിട്ടില്ല. നമ്മൾ പറയാം, ഞാൻ പറഞ്ഞല്ല. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടർ വിൽ ബി ഡിസപ്പോയിന്റിംഗ് ആൻഡ് ഡെസ്പറേറ്റ്. ചിലരുടെ ജീവിതം തിരിച്ചാ. ഒരു 50 വയസ്സ് വരെ വലിയ പാടായി, അത് കഴിയുമ്പോൾ കൃപയുണ്ട്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പരുവപ്പെടുത്തലുണ്ട്. അങ്ങനെ ടി വിയിലോ കേട്ടോ, അല്ലെങ്കിൽ പോഡിയങ്ങളിലോ വചനത്തെ വളച്ച് ആരെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, വേദപുസ്തക വിപരീതമാണ് പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെന്നല്ല, ഉണ്ടായേക്കുമെന്നല്ല, ഉണ്ട്. യോഹന്നാൻ 16. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നതല്ല. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനും അപ്പുറമായ ഒരു ജയം കർത്താവ് തരും. But you and me should go through the school of God. അതിന്റെ പ്രൂഫ് എന്താണെന്ന് അറിയാമോ? Because I have a self of my own. വിനോദാര്യൻ എന്ന് എനിക്ക് ഞാനെന്നൊരു ഭാവമുണ്ട്. അതെവിടുന്ന് എനിക്ക് കിട്ടിയെന്ന് അറിയാമോ? അങ്ങ് തോട്ടത്തിൽ നിന്ന് കിട്ടിയതാ. പാപം ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തോട് മറുതലിക്കുവാനും ദൈവ ശബ്ദത്തിനെതിരായി പോകുവാനും മൈ സെൽഫ് കാർണാലിറ്റി, റോമാലേഖനമൊക്കെ വായിക്കണം. പൗലോസ് അത് പഠിപ്പിച്ചു, കർത്താവ് അത് പഠിപ്പിച്ചു, വിശുദ്ധന്മാർ അത് പഠിപ്പിച്ചു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ് പൗലോസ് പറഞ്ഞത്. So God will send me through his school. പക്ഷേ കർത്താവിന് വേണ്ടി ചില ക്ലാസ്സുകളിൽ കൂടുതൽ ഇരുന്നാലും സ്വോത്രം ചെയ്തോണം, നിനക്കൊരു വലിയ ജയം വരുന്നുണ്ട്. You might sit some classes, few more here, don't worry, a great victory is waiting for you. So be persistent tonight. ഇന്ന് രാത്രിയില് നിരാശയിൽ കടന്നു വന്ന കുടുംബത്തോട്, ഇന്ന് രാത്രിയിൽ നിരാശയിൽ കടന്നു വന്ന കൂടപ്പറപ്പിനോട്, വചന അടിസ്ഥാനത്തിൽ, based on the word of God, I encourage you, keep praying, keep praying, keep praying. Answer is on the way. ദൈവം വാക്ക് തെറ്റിച്ചു. വാക്യം 45 വായിച്ചേ. 18:45. 1 രാജാക്കന്മാർ 18:45. ഇന്ന് രാത്രി താങ്കൾ നിരാശയിലായിരിക്കുന്ന വിഷയം ഏതാ? രോഗികളായി ചിലർ കടന്നു വന്നിട്ടുണ്ടാവും. എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, ഒരു വ്യത്യാസവും. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ വന്നിട്ടുണ്ടാവും. ഓ, ഈ പ്രായത്തിലായിരുന്നേ നടന്നേനെ, ഇനി പാടാം. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള കൂടപ്പറപ്പുകൾ വന്നിട്ടുണ്ടാവും. എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. ജോലിയിൽ പ്രയാസമുള്ള ഒരു സഹോദരനോ സഹോദരിയോ വന്നിട്ടുണ്ടാവും. ആഗ്രഹിക്കുന്ന പ്രൊമോഷനൊന്നും കിട്ടുന്നില്ല, ജോലി തന്നെ ഇല്ല. ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവദാസൻ ഉണ്ടാവും, ഫലകരമായ ശുശ്രൂഷ നടക്കുന്നില്ല. ഒരു പക്ഷേ മോർഗേജ് മൂലം കഷ്ടപ്പെടുന്ന ഒരു കുടുംബം ഇവിടെ കാണും. ബ്രദറെ, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. എത്ര ശ്രമിച്ചിട്ടും കടമില്ലാതൊരു മാസം കഴിയുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല.
ഞാൻ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കട്ടെ. Keep on praying. Keep on praying. നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിക്കുന്ന ദൈവം ജീവിക്കുന്നു. But then don't give up. Don't ever give up. Keep on praying. ആ